നിർമ്മിച്ച ശ്രീകൃഷ്ണ ക്ഷേത്രം. അതിനോടനുബന്ധിച്ച് ധാരാളം ഉപക്ഷേത്രങ്ങൾ ഉള്ളിലുണ്ട്. ഈ കല്ലുകളിൽ കൊത്തുപണികൾ ചെയ്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം പിൽക്കാലത്ത് തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ കാലപ്പഴക്കം മൂലം അത് ഇല്ലാതായി. ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യാപാരം നടന്നിരുന്ന ഒരു ചന്തയാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കൽപ്പാളികളിലുള്ള മാർക്കറ്റായിരുന്നു. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന തീർത്ഥക്കുളമാണ്. ഈ തീർത്ഥക്കുളത്തിൽ നിന്നും വെള്ളമെടുത്തിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പൂജകൾ ചെയ്തിരുന്നത്. അപ്പോഴത്തെ ഇതാണ് ആ കുളം. ആ കുളത്തിൻ്റെ നടുവിൽ ഒരു കൽമണ്ഡപമുണ്ട്. പൂജാകാര്യങ്ങൾ ചെയ്തിരുന്ന സ്ഥലമായിരിക്കണം. ഇത് മുഴുവൻ കല്ലിൽ കൊത്തുപണികൾ ചെയ്ത ഒരു മണ്ഡപമാണ്. ധാരാളം ആളുകൾ ഇവിടെ രത്നവ്യാപാരികളായി വന്നിരുന്നു. ആ രത്നവ്യാപാരികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും അവർ രത്നവ്യാപാരം നടത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ഇതായിരുന്നു ഏറ്റവും സമ്പന്നനായ ഈ ഭാഗത്തെ രാജാവ് കൃഷ്ണദേവരായർ. അപ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ മറ്റ് ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പാറകൾ ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത പാറകൾ തന്നെയാണ് ഈ തൂണുകളായിട്ട് നിൽക്കുന്നത്. എത്രയോ മനുഷ്യരുടെ എത്രയോ കാലത്തെ പ്രയത്നഫലമായിരിക്കണം ഇത്. പക്ഷേ ഇന്നിത് നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്.